ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കൂട്ടായ്മയെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 42 മുതലുള്ള തിരുവചനങ്ങൾ. അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥനകൾ എന്നിവയിൽ അവർ സ്ഥിരതയോടെ നിന്നിരുന്നു. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. തുടർന്ന് നമ്മൾ വായിക്കുന്നത്, എല്ലാവരിലും ഭീതി ഉളവായി. അപ്പോസ്തലന്മാർ വഴി അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. വിശ്വസിച്ചവരെല്ലാവരും ഏക സമൂഹമായി മാറി. അവർ ദേവാലയങ്ങളിൽ ഒന്നിച്ചുകൂടിയിരുന്നു. അവർക്ക് സ്വന്തമായി ഒന്നും അവർ കരുതിയിരുന്നില്ല. തങ്ങളുടെ വസ്തുക്കളും വകകളും വിറ്റുകിട്ടിയത് എല്ലാവർക്കുമായി, ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കുമായി അത് വിധിച്ചു കൊടുത്തു. അവർക്കെല്ലാം പൊതുവായിരുന്നു. അവർ ഏക മനസ്സോടെ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരുന്നു. അവർ ഭവനം തോറും അപ്പം മുറിക്കുകയും ആനന്ദത്തോടും ഹൃദയലാളിത്യത്തോടും കൂടി അതിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. വിശ്വസിച്ചവരെല്ലാവരും ഒരു സമൂഹമായി തീർന്നു. കർത്താവ് അവരെ ആ ഗണത്തിലേക്ക് പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. തന്നെയുമല്ല, അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാവർക്കും പ്രീതിജനകമായി തീരുകയും ചെയ്തു. ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ കാണുന്നത്, അവർ എല്ലാ ദിവസവും ദേവാലയത്തിൽ ഒന്നുചേർന്നു. ഭവനം തോറും അവർ അപ്പമുറിക്കൽ ശുശ്രൂഷകൾ ചേർന്നു. അത് ചേരുന്നത് ആരുടെയും നിർബന്ധത്താലല്ല, ആനന്ദത്തോടും ഹൃദയലാളിത്യത്തോടും അവരതിൽ പങ്കുചേർന്നു. ആവശ്യാനുസരണം അവരുടെ വസ്തുവകകൾ വിറ്റ് വീതിച്ച് നൽകി. അവർ ദൈവത്തെ സ്തുതിച്ചു. ദൈവം ഇതെല്ലാം അവർക്ക് നൽകിയതിനെ ഓർത്ത്, ഇങ്ങനെ ഒരു നല്ല മനസ്സ് കൊടുത്തതിനെ ഓർത്ത് എല്ലാം അവർ ദൈവത്തെ സ്തുതിച്ചു. അവർ ജനങ്ങൾക്കെല്ലാം പ്രീതിജനകമായി തീർന്നു. നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ജീവിതവും എല്ലാം മറ്റുള്ളവർക്കും പ്രീതികരമായി തീരുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. ആരും നമ്മളെ മാറ്റി നിർത്തുവാൻ ഇടയാകരുത്. നമ്മളെക്കുറിച്ച് മോശമായി പറയുവാൻ ഇടയാകരുത്. കാരണം ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ദൈവമാണ് എനിക്ക് ജന്മം നൽകിയത്. ദൈവത്തിൻ്റെ പുത്രൻ എന്ന നിലയിൽ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. ഇതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോകണം എന്ന് പറയുന്നത്. ഉറവിടം എന്ന് പറയുന്നത് ക്രൈസ്തവ സഭയുടെ ഉറവിടം നമ്മൾക്കറിയാം, പെന്തക്കോസ്തയിൽ ആരംഭിക്കുകയാണ്. ആ പെന്തക്കോസ്തയിൽ സംഭവിച്ചപ്പോൾ അവർ യേശുവിനെ പ്രഘോഷിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അതിനുശേഷമുണ്ടാകുന്ന സംഭവങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. സഹോദരങ്ങളെ, നമ്മൾക്കും ഈശോയോടൊപ്പം യാത്ര ചെയ്യാം. എല്ലാ ദിവസവും ദേവാലയത്തിൽ ഒന്നിച്ചേരുവാൻ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ആ ചിന്ത നമ്മളിൽ രൂപപ്പെടും. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സും എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട ഒരു കുടുംബം എന്നോട് പറഞ്ഞത്, ജോലിയുണ്ട്, തിരക്കുകളൊക്കെയുണ്ട്,
ദേവാലയത്തിൽ പോകുമായിരുന്നു. അല്ല, അനുദിനം ദേവാലയത്തിൽ പോകുവാൻ ഞങ്ങൾക്ക് പ്രചോദനമായി മാറിയത് ഞങ്ങളുടെ മകനാണ്. കാരണം മകൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകും. അവൻ നിർബന്ധിപ്പിക്കും. അങ്ങനെ ഞാനും സ്ഥിരമായി ദേവാലയത്തിൽ പോകുവാൻ തുടങ്ങി. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തതിലും അപ്പുറമാണ്. നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താലാണ്. ദൈവത്തിനെ ഒരിക്കലും നമ്മളിൽ നിന്ന് മാറ്റി നിർത്തുവാൻ സാധിക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ അംശമാണ് നമ്മളിൽ ആയിരിക്കുന്നത്. ഈശോയുടെ ശരീരരക്തങ്ങൾ നമുക്ക് നൽകി നമ്മളെ അനുദിനം പരിപോഷിപ്പിക്കുകയാണ്. വീണ്ടും വീണ്ടും നമ്മളെ വിശുദ്ധിയിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. സ്നേഹമുള്ളവരെ, ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചൈതന്യത്തിൽ നമ്മൾക്കും ജീവിക്കുവാൻ തീരുമാനമെടുക്കാം. ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.